വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനത്തെത്തും. പുത്തിരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനവും നഗരസഭാ വികസന രേഖയും പ്രഖ്യാപിക്കും. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കൂടിയാണ് BJP തുടക്കം കുറിക്കുന്നത്. കോർപ്പറേഷനിൽ അധികാരത്തിലേറിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തലസ്ഥാനത്ത് കൊണ്ടുവരും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ പ്രധാന വാഗ്ദാനം ഇതായിരുന്നു. എന്നാൽ ഭരണത്തിനേറി ഒരു മാസം പൂർത്തിയാകുന്നതിന് മുൻപേ വാക്കു പാലിക്കുകയാണ് BJP. നഗരത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തുകയാണ്. രാവിലെ വിമാനത്താവളത്തിൽ നിന്നും പുത്തരിക്കണ്ടം മൈതാനത്തേക്കുള്ള മോദിയുടെ യാത്ര വൻ റോഡ് ഷോയാക്കി മാറ്റാനാണ് പാർട്ടി തീരുമാനം. ഔദ്യോഗിക വേദിയിൽ അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും ഇന്നോവേഷൻ ടെക്നോളജി ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഹബിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. പിന്നീട് കോർപ്പറേഷന്റെ വികസന ബ്ലൂ പ്രിന്റ് പ്രകാശനത്തിനായി സമീപത്തെ പാർട്ടി വേദിയിലേക്ക് മാറും. 25,000-ലധികം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുള്ള പൊതുസമ്മേളനമാണ് BJP സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി വികസന രേഖ അവതരിപ്പിക്കുമെന്നൊക്കെ ഉള്ളത് മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ വാർത്ത വരുന്നുണ്ട്. ഞങ്ങളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്നും കിട്ടിയ വിവരം, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയ വിവരം, തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ഞങ്ങൾക്കുടെ എക്സ്പീരിയൻസ്, അതൊക്കെ വച്ചിട്ട് തിരുവനന്തപുരത്തിൻ്റെ ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കും. ഏപ്രിൽ 2ാം വാരം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾക്കും ഇതോടെ തുടക്കമാകും. പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുള്ള നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന് പിന്നാലെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പാർട്ടിക്ക് ചലനമുണ്ടാക്കാൻ പ്രധാനമന്ത്രിയുടെ വരവ് കാരണമായേക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.